എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിലടയ്ക്കാനും ആം ആദ്മി പാർട്ടിയെ തകർക്കാനുമാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നതെന്ന് കെജ്രിവാൾ ആരോപിച്ചു. ഓൺലൈനായാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരായത്. വിശ്വാസപ്രമേയ ചർച്ചയിൽ വൈകാരികമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ മറുപടി. 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ ദേശീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറും. ബി.ജെ.പിയുടെ യഥാർത്ഥ ശത്രുക്കൾ ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയെ രാഷ്ട്രീയമായി തകർക്കാനാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. തന്നെ ജയിലിലടയ്ക്കാൻ കഴിയുമെങ്കിലും ആശയങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. 5 തവണ സമൻസ് അയച്ചിട്ടും അരവിന്ദ് കെജ്രിവാൾ ഹാജരായില്ലെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഇ.ഡി. അറിയിച്ചു. കോടതിയിൽ വെർച്വലായി ഹാജരായ കെജ്രിവാൾ ഔദ്യോഗിക തിരക്കുകളിലാണ് താനെന്ന് വ്യക്തമാക്കി. സർക്കാർ വിശ്വാസപ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നാലെ ബജറ്റ് സമ്മേളനവും സഭയിൽ നടക്കേണ്ടതുണ്ട്. മാർച്ച് 16 വരെ താൻ തിരക്കിലാണെന്ന കെജ്രിവാളിന്റെ വാദം രേഖപ്പെടുത്തിയ കോടതി 16-നു ശേഷം നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 19-ന് ഹാജരാകണമെന്ന് ഇ.ഡിയുടെ സമൻസ് നിലനിൽക്കെയാണ് കോടതിയുടെ നിർദ്ദേശം. 24 ഡൽഹി.